കൃഷ്ണകുമാറിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് അഭിപ്രായം? കൃഷ്ണകുമാറിനെ കുറിച്ച് ഞാൻ തന്നെ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ചില സമയത്ത് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മെസ്സേജ് കൊടുക്കാറുണ്ട്. പക്ഷേ ചില സമയത്ത് അങ്ങോട്ട് പിടിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാണകത്തിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ പുള്ളി കലർന്നിട്ടുള്ളത് ഞാൻ പറയാനറിയാലോ. ഇതേണ്ടേ ഇന്നലത്തെ ഒരു പോസ്റ്റാണേ, കാശ്മീരിൽ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെന്താ ഡൽഹിയിൽ നിന്ന് നിനക്ക് നാണം ഉണ്ടോളൂ? എടോ, തനിക്ക് നാണവും മാനവും ഉളുപ്പും ഉണ്ടോളൂ? തനിക്ക് ഇങ്ങനെ ഇടാൻ പോസ്റ്റ് തനിക്ക് നാണോ മാനോ ഉളുപ്പുണ്ടോ? തന്റെ മകൾ ആദ്യം ഒരു കാര്യം ആൾക്കാരെ, അതായത് ദിയ കൃഷ്ണ, ആൾക്കാരെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് രീതിയിലാണ്. അത് നമ്മുടെ യൂട്യൂബർ ലൈഫ് ഓഫ് ആനന്ദ് എടുത്ത് വറുത്ത് നിങ്ങളുടെ മോളെ അങ്ങ് ഏറി കെട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മോൾ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ആ പിള്ളേർക്ക് സപ്പോർട്ടാണെന്നുള്ള രീതിയിൽ ന്യൂസ് വരുന്നു, അത് വരുന്നു, മറ്റേത് വരുന്നു, മറിച്ചത് വരുന്നു. പിന്നെ അതുപോലെ തന്നെ അഹാന വന്നിട്ട് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ട്, അത് കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്ന അവൾ പിന്നെയും അഹാനയുടെ പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്യുന്നത്. ഒരു നിലപാടില്ലാത്തയാണ് നിങ്ങളുടെ കുടുംബം. ആദ്യം താനൊക്കെ പോയി തന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണോ? അതാണോ കുറച്ചും കൂടെ അന്തസ്? ആണുങ്ങൾക്ക് ചേർന്ന പരിപാടി അതാണ്. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. ഞാൻ ഇത്രയും ദണ്ണം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അത്രയും പിള്ളേർ, ഞാൻ ആ ഒരു അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഒരു സ്റ്റുഡന്റിനെ കൊണ്ട് സംസാരിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യും. പക്ഷേ തന്നെ പോലുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം ഇതാണെന്ന്. നിങ്ങൾ പോസ്റ്റ് ഇടും, നിങ്ങളുടെ മക്കൾ അത് ഷെയർ ചെയ്യും, നാട് മൊത്തം കാണിക്കുകയും ചെയ്യും. ഒരു നിലപാട് വേണം. വീട്ടുകാർക്ക് ആർക്കും ഇല്ലെന്നറിയാം, ആദ്യം സ്വന്തം വീട്ടിലെ പ്രശ്നം തീർക്കാൻ നോക്ക്, എന്നിട്ട് നാട്ടുകാരെ ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇന്നലെ നരേന്ദ്രമോദി വന്ന് ലൈവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മോദി നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വേണ്ട ഓരോ സിന്ധു ചേച്ചിയുടെ പോസ്റ്റ് അതിനേക്കാളും കോമഡിയാണ്. പാകിസ്ഥാൻ ഈ സപ്പോർട്ടിങ് CJP, ബംഗ്ലാദേശ് സപ്പോർട്ടിങ് CJP, ചൈന CIA സപ്പോർട്ടിങ്. എൻ്റെ പൊന്നു എന്തൊക്കെയാ നിങ്ങൾ വേണ്ട, ഇതൊക്കെയാണ് ഇവരുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്കൊക്കെ ഒരു നാണവും മാനവും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഡൽഹി കലാപത്തിന് പാക് പിന്തുണ, വ്യാജ വീഡിയോയും AI ദൃശ്യങ്ങളും ഉപയോഗിച്ച് കലാപത്തിന് എന്നുള്ള രീതിയിൽ അടുത്ത ജനൻ TV അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം തിരക്കുകൊണ്ട് മാത്രം കൊച്ചു വീഡിയോ അങ്ങ് ചെയ്ത് പോവാണ്. ഇത് ജനൻ TVയുടെ പോസ്റ്റാണ്. അതുപോലെ ഒരു ജനൻ TV പോലെ തന്നെയാണ് ഈ പറയുന്ന കൃഷ്ണകുമാറും ഫാമിലിയും. ഈ അടുത്ത സമയത്ത് മോദിജിയെ കാണാനൊക്കെ പോയതിൻ്റെ ഇതായിരിക്കാം, മോദിയോടുള്ള കൂറ് കാണിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വേണം. ഞാനൊരു കമന്റ്, പാകിസ്ഥാൻ ചൈന ഫണ്ട് ഇന്ത്യയിൽ തടയാൻ കഴിയാത്ത രാജ്നാഥ് അമിത്ഷാ രാജിവെക്കുക. ആൾക്കാർ വരും, പല കാര്യങ്ങളുണ്ട്. ഈ ദുരന്തർ എന്ന് പറഞ്ഞൊരു പടം വന്നായിരുന്നല്ലോ, ശരിക്കും പറഞ്ഞാൽ BJP വെളുപ്പിക്കാനാണ് തോന്നിയത്. അത് വേണ്ടേ, കോപ്പി അടിച്ചിട്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞ മകളുടെ അച്ഛന് ചോദ്യപേപ്പർ ചോർച്ച പ്രശ്നമൊന്നുമല്ലല്ലോ എന്നുള്ള രീതിയിലാണ്. ഡൽഹി സമരത്തെ പരിഹസിച്ച കൃഷ്ണകുമാറിന് മറുപടിയുമായി സോഷ്യൽ മീഡിയ അയാൾ എടുത്തിട്ട് ഇത് ചെയ്യുക. അതേണ്ടേ ദിയ കൃഷ്ണ തന്നെ ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇത് ചെയ്തതാണ്. വേണ്ടേ, ബിറ്റ്വീൻ സോമൺ ഫാദർ ജസ്റ്റ് ഡൂയിങ് ഹിസ് ഡ്യൂട്ടി, അതായത് ഏതൊരു കൊച്ചിൻ്റെ അച്ഛൻ വന്നിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന മഴയത്ത് ഇങ്ങനെ ചെയ്യുന്നു, പിള്ളേരെ കളിയാക്കും എന്നുള്ള രീതിയിലാണ്. അയാൾക്കും മക്കളുള്ളതാണ്. അവരിപ്പോൾ വീട്ടിൽ ചെന്നാലും അച്ഛനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ അവരുടെ ജോലി അതാണ് പറഞ്ഞ് മനസ്സിലായോ. റെമ്പുട്ടാനും അതൊക്കെ പറിച്ച് നിങ്ങൾക്ക് ബ്ലോഗ് ഇട്ടാലും നിങ്ങളുടെ അച്ഛനൊരു നേരം ജോലിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ നിലവിൽ കൊടുക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ. അദ്ദേഹം കഷ്ടപ്പെടാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ ഇത് ഡ്യൂട്ടി ചെയ്യുന്നതാണ്. എൻ്റെ മക്കളെ നീയൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ചൊടിച്ചുകൊണ്ടാണ് നിന്നെ ഒരു മനുഷ്യൻ പോലും ഒരു വില പോലും തരാത്തത്. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ, സങ്കടം കൊണ്ട് ഞാൻ പറയുവാണ്. എന്തായാലും നല്ല തൊലിക്കട്ടിയാണ്. ഓക്കെ, ഇതൊക്കെ കാണിച്ചിട്ട് ആൾക്കാരെ വരും ഇതാക്കുവാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഒരു കാര്യം പറയല്ലോ, കൂടി വന്ന ഏകദേശം ഒരു വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ആൾക്കാർ മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വ്യൂസ് കാണും, നിങ്ങൾക്ക് നിങ്ങളെ ആൾക്കാർ ട്രോളെന്ന് കാണാനും അത് കാണാനും വേണ്ടി മാത്രമേ എനിക്ക് തോന്നുള്ളൂ. കൃഷ്ണകുമാർ ഫാമിലിക്ക് ഇത്ര ബ്ലോഗ് അല്ല പോസിറ്റീവായിട്ട് എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഇല്ല, അമ്മൂമ്മ വിഷയം വന്ന മഹാന വിഷയം വന്ന സമയത്ത് അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേണ്ട കിടക്കുന്നത് വീണ്ടും പോസ്റ്റായിട്ട് വന്ന്. അപ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ മൈൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇവിടെ ഒരു സ്റ്റാൻഡ് വേണം. ഈ പറഞ്ഞ നിങ്ങൾക്കൊന്നും ഇതൊന്നും ഇല്ല എന്ന് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കുറച്ചൊക്കെ ഒതുങ്ങിയ കുറച്ചും കൂടെ നല്ലത്. ഇപ്പം ആ പിള്ളേർക്ക് വേണ്ടി പറ്റുവാണെങ്കിൽ നീയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. ഇത് അതും ചെയ്യുന്നില്ല. ഓരോരുത്തരൊക്കെ വന്നിട്ട് തന്തയ്ക്കാണ് വിളിച്ചത്, തന്തയ്ക്ക്, കൃഷ്ണകുമാറിനെയൊക്കെ തന്തയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ സമരത്തിന് മുംബൈയിലാണെന്ന് ഒരു പയ്യനെ വീഡിയോ ദൃശ്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, പോലീസ് വണ്ടിക്കകത്ത് കയറ്റി വെച്ചിരുന്നിട്ട് നിങ്ങളുടെ പേര് മയക്കുമരുന്ന്, കഞ്ചാവ്, അത് ഇത് മറ്റേത് മറിച്ചതെന്നുള്ള പേര് കേസ് കൊടുക്കുമെന്നുള്ള രീതിയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാം, സമയട്ടെ. ഞാൻ അടുത്ത വീഡിയോ എല്ലാം ഇതിനു വേണ്ടി ഇരുന്നത് ചെയ്യുന്നുണ്ട്. അപ്പോൾ തനിക്കെന്തായാലും കുറച്ചൊക്കെ വിവരം ഉണ്ടെന്ന് കരുതിയാളൂ. എൻ്റെ ഭാഗത്ത് തെറ്റാണ്. കാരണം എല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു കൃഷ്ണകുമാർ നേരെ പോ, ആ ഒരു ടൈപ്പ് സാധനമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെന്താ ഡൽഹിയിൽ നിന്ന് നാണവും മാനവും ഉളുപ്പും. കൃഷ്ണകുമാർ വന്ന വഴി മറന്നിട്ടുണ്ട്. പണ്ട് ദൂരദർശനിലെ ഒരു പുള്ളിക്കാരനെ കണ്ട് കൃഷ്ണകുമാറിന് അങ്ങോട്ട് ഒരു സഹായം ചെയ്ത് കൃഷ്ണകുമാർ കാർഡ് കൊടുത്ത് അങ്ങനെ അവിടെ പോയി ജോലി കിട്ടി. പിന്നെ സീരിയൽ അഭിനയിച്ച് ഇപ്പോൾ സിനിമ നടന്ന, ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ, ഇപ്പം എല്ലാവരെക്കാളും വളർന്നപ്പം
വന്ന വഴി താൻ മറന്നു പോയി കാണും. പറഞ്ഞു മനസ്സിലായി. ഇപ്പോഴും അവിടെ അടികൊള്ളുന്ന ഒരുപാട് പിള്ളേരുണ്ട്. പിന്നെ പിള്ളേരെ ദേഹത്ത് അടിയിട്ട് ഇപ്പോൾ അവരും റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ കല്ലേറും അതും ഇതൊക്കെ നടത്തിയിട്ടുണ്ട്, അത് സത്യമൊക്കെ തന്നെ. പക്ഷെ താൻ ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് നിങ്ങളുടെ മോള് അവർക്ക് പിന്നെ ഒരു സ്റ്റാൻഡില്ല. ഇപ്പോൾ പറയുന്നില്ല, പിന്നെ പറയുന്നില്ല, ഇപ്പോൾ പറയുന്നത്. ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക. ഈ ഒരു ഫാമിലി നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. ഇത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബൈ, ലവ് യു ഗൈസ്.